കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിലിനെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും കൗൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനും കായംകുളം നഗരസഭ പ്രമേയം പാസാക്കി. നവാസിനെ അയോഗ്യനാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന സർക്കാരിനോടും നഗരസഭാ കൗൺസിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഏകകണ്ഠമായി ശുപാർശ ചെയ്തു. കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ സംസ്ഥാന സർക്കാരിന്റെയും ദേശീയ ഹെൽത്ത് മിഷന്റെയും സംയുക്ത സംരംഭമായി ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മതപരമായ പ്രാർത്ഥന നടത്തിയ സംഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ നവാസ് മുണ്ടകത്തിലിനെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനും കായംകുളം നഗരസഭ പ്രമേയം പാസാക്കി. ഒരു നഗരസഭാ അംഗമെന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനവും നടത്തിയ നവാസ് മുണ്ടകത്തിലിനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന സർക്കാരിനോടും നഗരസഭാ കൗൺസിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഏകകണ്ഠമായി ശുപാർശ ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ ശ്രീ നവാസ് മുണ്ടകത്തിനെ ഈ സഭയിൽ നിന്ന് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നതിന് സഭ തീരുമാനിക്കണം. ഒരു നഗരസഭ എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രവർത്തനവും നടത്തിയ നവാസ് മുണ്ടകത്തിനെ കൗൺസിൽ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും സംസ്ഥാന സർക്കാരിനോടും അഭ്യർത്ഥിക്കുന്നതിന് 21/2/2025 കായംകുളം നഗരസഭാ യോഗം LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഹരിലാൽ അനുവാദകനായി. കഴിഞ്ഞ 16-ന് കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള 43-ാം വാർഡിലെ അയ്യൻ കോയിക്കൽ നഗറിൽ പുതിയതായി തുടങ്ങുന്ന നഗര ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചിരുന്നു. എന്നാൽ ഈ ചടങ്ങ് നടക്കുന്നതിന് മുമ്പായി 43-ാം വാർഡ് കൗൺസിലറായ നവാസ് മുണ്ടകത്തിൽ മുൻകൈയെടുത്ത് ഏതാനും മതപുരോഹിതരെ തെറ്റിദ്ധരിപ്പിച്ച് കെട്ടിടത്തിൽ അതിക്രമിച്ചു കടന്ന് പ്രാർത്ഥന നടത്തുകയും ഇതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് പ്രമേയത്തിൽ ആരോപിക്കുന്നു. ഈ സംഭവം സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതായും വർഗീയ കലാപങ്ങളിലേക്ക് വരെ ചെന്നെത്താവുന്ന തരത്തിലുള്ള നടപടിയുമായി. നഗര ആരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം 16-ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി പങ്കെടുത്ത് നടത്തും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുകയും ഇത് സംബന്ധിച്ച് എല്ലാ നഗരസഭാ അംഗങ്ങളെയും പൊതുജനങ്ങളെയും അറിയിക്കുകയും ചെയ്തിരുന്നതായി പ്രമേയം പറയുന്നു. ഇതിനാവശ്യമായ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗിക ചടങ്ങിനെ അവഹേളിക്കുന്ന വിധം മതാചാരപ്രകാരം നവാസ് മുണ്ടകത്തിൽ ഉദ്ഘാടനം ചെയ്തതായി നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും പ്രമേയത്തിൽ പറയുന്നു. ഇത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടിയാണെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിൽക്കുന്ന കായംകുളത്ത് ഇതിനെ തകർക്കുന്ന വിധത്തിൽ മതസ്പർദ്ധ വളർത്താനും ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ നവാസ് മുണ്ടകത്തിലിനെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം പറയുന്നു. അടുത്ത ദിവസം തന്നെ അതിന്മേലുള്ള നടപടിയെടുക്കുന്നതിന് സെക്രട്ടറി ചുമതലപ്പെടുത്തി പോലീസ് കേസ് കൊടുക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. തുടർന്ന് മുഖ്യമന്ത്രിക്ക്, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, LSTD മന്ത്രി, അതുപോലെ തന്നെ DMO, നമ്മുടെ കളക്ടർ, SPക്ക് അടക്കം ഞാൻ പരാതി കൊടുത്തു. ചെയർപേഴ്സൻ്റെ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി വന്നു. SP ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ആ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് SP ഓഫീസിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിന്ന് അടിയന്തര കൗൺസിലുണ്ടായിരുന്നു. ആ അടിയന്തര കൗൺസിലിൽ വെച്ച് തന്നെ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ ഭരണസമിതിയെയും ഈ കൗൺസിലിനെയും എല്ലാം അധിക്ഷേപിക്കുന്ന തരത്തിലാണ്. അതുപോലെ തന്നെ ഒരു മതസ്പർദ്ധ അവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് നവാസ് മുണ്ടകത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് തികച്ചും അപലപനീയമാണ്. അതുപോലെ ഉദ്ഘാടനം ചെയ്യുന്ന ആളെ അപമാനിക്കലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൗൺസിൽ ഏകാണ്ടമായിട്ട് തന്നെ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹത്തെ 3 മാസത്തേക്ക് കൗൺസിലിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കാനും കൂടാതെ തുടർന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശുപാർശ ചെയ്യുകയാണ്. CDNet News, കായംകുളം.